വെൽക്കം ടു ട്രാവൽ വിത്ത് അലോക്. ഇന്ന് ഓഫീസിൽ ഇരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കോൾ വന്നത് UAE വിസയെ പറ്റിയുള്ള സംശയം ചോദിച്ചായിരുന്നു. അപ്പോൾ UAE വിസയെ പറ്റി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചൊരു വീഡിയോ ചെയ്യാൻ ഓർത്തു. അതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. UAE വിസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ദുബായ്, ഷാർജ, അബുദാബി, പിന്നെ റാസ് ഖൈമ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വിസയാണ് UAE വിസ. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് UAE വിസിറ്റിംഗ് വിസയെ പറ്റിയാണ്. അപ്പോൾ ഇത് കാണുന്ന എല്ലാ വ്യക്തികളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം നമ്മൾ ട്രാവൽ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ മാത്രമായിരിക്കും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഏതൊക്കെ ടൈപ്പ് UAE വിസയാണ് മെയിനായിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. 3 മാസത്തെ വിസയുണ്ട്, 1 മാസത്തെ വിസയുണ്ട്, 14 ദിവസത്തെ വിസയുണ്ട്, പിന്നെ 96 മണിക്കൂർ വിസയുണ്ട്. 96 മണിക്കൂർ വിസയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 96 മണിക്കൂറാണ് UAE നിൽക്കാനുള്ള അവകാശം. ഈ 96 മണിക്കൂർ കഴിയുമ്പോൾ 96 മണിക്കൂർ കഴിയുമ്പോഴല്ല, 96 മണിക്കൂറിന് മുമ്പ് നമ്മൾ UAE നിന്ന് തിരിച്ചു പോകണം. 14 ദിവസത്തെ വിസയാണെങ്കിലും ഈ സെയിം സംഭവം തന്നെയാണ്. 14 ദിവസമാണ് നമുക്ക് UAE നിൽക്കാനുള്ള അവകാശം. 14 ദിവസത്തിനകം തിരിച്ചു പോകണം. ഈ 14 ദിവസം വിസ അങ്ങനെ അധികാരം എടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, 1 മന്ത് വിസയും 14 ദിവസത്തെ വിസയും, അതായത് 1 മാസത്തെ വിസയും 14 ദിവസത്തെ വിസയും തമ്മിൽ എമൗണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു എമൗണ്ട് വ്യത്യാസമുള്ളൂ. അപ്പം ഈ വിസ അപ്ലൈ ചെയ്യാൻ നേരത്തെ പലരും ചോദിക്കാറുണ്ട്, എന്തൊക്കെയാണ് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടത്? ഈ ആധാർ കാർഡ് വേണോ, SSLC ബുക്ക് വേണോ, ഇതിൻ്റെയൊക്കെ കോപ്പിയൊക്കെ വേണമെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. UAE വിസ എടുക്കാൻ വേണ്ടി പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും പേജ് സ്കാൻ ചെയ്തത്, അതായത് ഒരു നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്മുടെ ഫോട്ടോ ഉള്ള പേജും നമ്മുടെ അഡ്രസ്സ് ഉള്ള പേജും സ്കാൻ ചെയ്തതും ഒരു ഫോട്ടോയും മാത്രം മതി. വിസ എടുക്കാൻ പാസ്പോർട്ട് എപ്പോഴും കൊടുക്കുമ്പോൾ ഓർക്കണം, പാസ്പോർട്ടിന് മിനിമം 6 മന്ത് വാലിഡിറ്റി വേണം. അതായത് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് നമുക്ക് പോകണമെങ്കിൽ പാസ്പോർട്ടിന് മിനിമം ഒരു 6 മന്തെങ്കിലും വാലിഡിറ്റി വേണം എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ 6 മന്ത് വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് കൊടുക്കുക. അപ്പം ഈ ഫോട്ടോയും പാസ്പോർട്ടും കൊടുത്താൽ മതി, വിസ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മെയിനായിട്ട് കൺവേർട്ടബിൾ വിസ, നോൺ കൺവേർട്ടബിൾ വിസ, ഇങ്ങനെ 2 ടൈപ്പ് വിസ നമുക്ക് ഉണ്ടായിരുന്നു. ഈ കൺവേർട്ടബിൾ വിസ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ നിന്നൊരു വിസിറ്റിംഗ് വിസയിൽ പോയി പുറത്ത് ചെന്നു, നമുക്ക് ജോലി കിട്ടി. ഇപ്പോൾ UAE തന്നെ ജോലിക്ക് കയറാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ജോബ് വിസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ കൺവേർട്ടബിൾ വിസ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് നോർമലി കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ വിസകളും തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് നമുക്കൊരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ കൺവേർട്ടബിൾ വിസയുടെ ആവശ്യം അങ്ങനെ ഇല്ല. പിന്നെ ഈ കൺവേർട്ടബിൾ വിസ യൂസ് ചെയ്യുന്നത് ഈ ലോ പ്രൊഫഷൻ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ കൺവേർട്ടബിൾ വിസ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അതായത് ഡ്രൈവർമാർ അല്ലെങ്കിൽ ഹൗസ് മെയ്ഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് കൺവേർട്ടബിൾ വിസ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അതാകുമ്പോൾ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ വിസ എടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് നോർമലി കിട്ടുന്ന വിസ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോൾ അവിടെ ചെന്ന് എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് 1 മന്ത് വിസയും 3 മന്ത് വിസേൻ്റെ 2 വിസയുടെ കോപ്പി ഉണ്ട്. ഞാൻ ഈ കോപ്പി ഒന്ന് കാണിക്കാം. നമുക്ക് ജസ്റ്റ് ഈ വിസയ്ക്കകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി വിസയിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. എങ്ങനെയാണ് 3 മന്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് 1 മന്ത് വിസ എന്നൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള കാര്യം നോക്കാം. ആദ്യം ഇവിടെ വിസയെ നോക്കേണ്ടത് ഫോട്ടോ ഉണ്ട്. ഇവിടെ വിസ അപ്ലൈ ചെയ്ത് കിട്ടിയ ഉടൻ തന്നെ നമ്മുടെ ഫോട്ടോ തന്നെയാണ് അതിലുള്ളതെന്ന് നോക്കുക. വേറൊന്നുമല്ല, പല കേസുകളും അങ്ങനെ ഫോട്ടോ മാറി വന്നിട്ടുണ്ട്. നമ്മളെപ്പോലെ തന്നെ പല വ്യക്തികളും വിസ അപ്ലൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. കമ്പ്യൂട്ടർ വഴി എൻ്റർ ചെയ്യുമ്പോൾ ഒന്ന് ഫോട്ടോ മാറിക്കഴിഞ്ഞാൽ വിസ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ മാറിയായിരിക്കും വരുന്നത്. ഈ പ്രിൻ്റ് എടുക്കുന്ന വ്യക്തിക്ക് നമ്മളെ അറിയാത്തതുകൊണ്ട് പേരും ഫോട്ടോയും തമ്മിൽ മാച്ചാണോ എന്നൊന്നും നോക്കാറില്ല. വിസ കിട്ടുന്ന കൊടുക്കുന്നു. അപ്പോൾ വിസ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഫോട്ടോ തന്നെയാണോ അതിലുള്ളതെന്ന് നോക്കുക. അപ്പോൾ ഫോട്ടോ നമ്മുടെ തന്നെ ആണോ എന്ന് നോക്കുക. രണ്ടാമത്, ഒരു വിസ എങ്ങനെയാണ് 1 മന്താണോ 3 മന്താണോ എന്ന് അറിയുന്നത്. അപ്പോൾ ഈ വിസ നോക്കി അറിയാം. ഇതിലെഴുതി വെച്ചിരിക്കുന്നത് ടൂറിസ്റ്റ് സിംഗിൾ ഷോട്ട്, അതായത് ഷോർട്ട് വിസയാണ്. അപ്പോൾ ഈ ടൂറിസ്റ്റ് സിംഗിൾ ഷോട്ട് എന്നാണ് കാണുന്നതെങ്കിൽ അത് ഓർക്കുക, അത് 1 മന്ത് വിസയായിരിക്കും. 3 മന്ത് വിസയാണെങ്കിൽ ടൂറിസ്റ്റ് സിംഗിൾ ലോങ് എന്നുണ്ട്. അപ്പം ഈ 3 മന്ത് വിസയാകൊണ്ടാണ് ഇതിൻ്റെ അത് ലോങ് ടേം എന്ന് പറഞ്ഞത്. മറ്റാണെങ്കിൽ ഷോർട്ട് ടേം വിസയായിരിക്കും. അപ്പം 1 മന്ത് വിസയാണെങ്കിൽ അതിൻ്റെ അകത്ത് സിംഗിൾ ഷോർട്ട് ടേം എന്നായിരിക്കും. 3 മന്ത് ആണെങ്കിൽ സിംഗിൾ ലോങ് ടേം എന്നായിരിക്കും. ഈ സിംഗിൾ എന്നുള്ള വാക്ക് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വിസ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിംഗിൾ എൻട്രി ഉണ്ട്, മറ്റേത് മൾട്ടിപ്പിൾ എൻട്രി ഉണ്ട്.
സിംഗിൾ എൻട്രി വിസ ആകുമ്പോൾ നമുക്ക് ആ വിസ ഉപയോഗിച്ച് ഒരു പ്രാവശ്യമേ ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൾട്ടിപ്പിൾ എൻട്രി ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ ട്രാവൽ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന സിംഗിൾ എൻട്രി ആയതുകൊണ്ടാണ് അതിനകത്ത് സിംഗിൾ ഷോർട്ട് ടൈം എന്നും സിംഗിൾ ലോങ് ടൈം എന്നും ഉള്ളത്. പിന്നെ നോക്കുമ്പം വിസയ്ക്കകത്ത് കാണാൻ പറ്റും ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ഇഷ്യൂ, അതായത് വിസ ഇഷ്യൂ ചെയ്ത ഡേറ്റും പ്ലേസും കാണും. ഇവിടെ 19 മാർച്ച് ഇഷ്യൂ ചെയ്ത വിസയാണ്, ദുബായിൽ നിന്നാണ് ഇഷ്യൂ ചെയ്തത്. അത് രണ്ടും ഉണ്ട്. അപ്പോൾ ഇത് കിട്ടുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒരു സംശയം വരും, ഇതിൻ്റെ അത് ഡേറ്റ് ഓഫ് ഇഷ്യൂ 19 മാർച്ചാണ്, വാലിഡ് ആൻഡിൽ എന്ന് പറഞ്ഞിട്ട് 17 മെയ്യാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തേക്കുന്ന 1 മന്ത് വിസയല്ലേ അല്ലെങ്കിൽ 3 മന്ത് വിസയല്ലേ, പക്ഷേ ഇതിൻ്റെ അകത്ത് വാലിഡിറ്റി ഇപ്പോൾ 1 മന്ത് വിസയാണ് അപ്ലൈ ചെയ്തെങ്കിൽ 1 മന്തിനേക്കാളും കൂടുതൽ വാലിഡിറ്റി ഉണ്ട്. 3 മന്ത് ആണെങ്കിൽ അത്രയില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിസ ഇഷ്യൂ ചെയ്തേക്കുന്നത് 19 മാർച്ചാണ്, 17 മെയ് വരെ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. ഇതിൻ്റെ അകത്ത് എപ്പോഴെങ്കിലും നമ്മളിവിടെ നിന്ന് പോയാൽ മതി. ഇതിൻ്റെ അകത്ത് എന്നാണോ നമ്മളവിടെ ചെല്ലുന്നത് അന്ന് തൊട്ട് 1 മന്ത് വിസയാണെങ്കിൽ നമുക്ക് 30 ദിവസവും 3 മന്ത് വിസയാണെങ്കിൽ നമുക്ക് 90 ദിവസവും നിൽക്കാൻ പറ്റും. അതിൻ്റെ താഴെ നമ്മുടെ വിസ അപ്ലൈ ചെയ്ത വ്യക്തിയുടെ പേരുണ്ട്, പിന്നെ നാഷണാലിറ്റി ഉണ്ട്, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, പാസ്പോർട്ട് നമ്പർ ഉണ്ട്. പിന്നെ പ്രൊഫഷൻ എന്നുള്ളത് നോക്കണ്ട, ഇത് വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോന്ന് കൊടുക്കുന്നതാണ്. അതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്താകുമ്പോൾ സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്താകുമ്പോൾ ബിസിനസ് മാൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഒന്നും ഈ വേക്കൻ്റായിട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് എന്തെങ്കിലും കൊടുക്കുന്നത്. അപ്പം വിസ കോപ്പി കിട്ടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്മുടെ തന്നെ ഫോട്ടോ ആണോ എന്ന് നോക്കുക, പിന്നെ സിംഗിൾ ഷോട്ടാണോ സിംഗിൾ ലോങ് ആണോ. 1 മന്ത് വിസയാണ് അപ്ലൈ ചെയ്തെങ്കിൽ സിംഗിൾ ഷോർട്ട് വിസ ആയിരിക്കും, 3 മന്ത് വിസ ആണെങ്കിൽ സിംഗിൾ ലോങ് ടൈം വിസ ആയിരിക്കും. നമ്മുടെ പേര് നോക്കുക, വിസ വാലിഡിറ്റി നോക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക, പാസ്പോർട്ട് നമ്പർ നോക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വിസ കിട്ടുമ്പോൾ നോക്കുന്നത്. വിസ ജസ്റ്റ് നമുക്ക് മെയിൽ അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. അതിൻ്റെ പ്രിൻ്റ് മാത്രം നമ്മുടെ അടുത്ത് വെക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ UAE വിസയെ പറ്റിയൊരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് 1 മന്ത് വിസയ്ക്കായാലും 3 മന്ത് വിസയ്ക്കായാലും പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 1 മന്ത് ആണെങ്കിൽ 30 ഡേയ്സ് കൊണ്ട് എക്സിറ്റ് അടിക്കാൻ നോക്കുക, 3 മന്ത് ആണെങ്കിൽ 90 ഡേയ്സ് കൊണ്ട് എക്സിറ്റ് അടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി കാര്യങ്ങളൊക്കെ വരും, ഫൈനൊക്കെ അടയ്ക്കേണ്ടി വരും. ഇപ്പം ഒരു പുതിയ നിയമം വെച്ച് 1 മന്ത് ആയാലും 3 മന്ത് ആയാലും ഒരു 5-10 ദിവസം നമുക്ക് എക്സ്റ്റെൻഡായി കിട്ടുന്നുണ്ട് വിത്തൗട്ട് ഫൈന്. പക്ഷേ അത് എപ്പം വേണമെങ്കിലും മാറാം, കാരണം അവിടുത്തെ നിയമമായിട്ട് നമുക്ക് എപ്പം മാറും എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് നോക്കി നിൽക്കില്ല. നമ്മൾ എപ്പോഴാണോ വിസ എടുത്തേക്കുന്നത് ആ വിസയുടെ വാലിഡിറ്റി തീരുന്നതിനേക്കാളും മുമ്പ് അവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് അടിക്കാൻ നോക്കുക. പിന്നെ ചില വ്യക്തികൾ ചോദിക്കാറുണ്ട്, എനിക്ക് എമിഗ്രേഷൻ ഇല്ല, എമിഗ്രേഷൻ മീൻസ് 10ാം ക്ലാസ് പാസ്സാകാത്തൊരു വ്യക്തിയുടെ പാസ്പോർട്ടിൻ്റെ പുറകിൽ കാണും എമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ്. അപ്പോൾ ഇങ്ങനെയില്ല, അതുകൊണ്ട് UAE വിസ കിട്ടുമോ എന്ന്. UAE വിസ കിട്ടുന്നതിന് ഒരു പ്രശ്നമില്ല. UAE വിസ എല്ലാവർക്കും കിട്ടും. പക്ഷേ എമിഗ്രേഷൻ ഇല്ലാത്തൊരു വ്യക്തി ദുബായിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ UAEയിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഈ വിസിറ്റിംഗ് വിസയും കൊണ്ട് പോകുമ്പോൾ എന്തായാലും അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്. കാരണം ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിനകത്ത് OK ടു ബോർഡ് അല്ലെങ്കിൽ വിസ മെസ്സേജ് എന്ന് പറയുന്ന അപ്ഡേറ്റ് ചെയ്യണം. അത് വിസ എടുക്കുന്ന വ്യക്തിയോട് പറഞ്ഞാൽ മതി, വിസ മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യാം. വിസ മെസ്സേജ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എമിഗ്രേഷൻ ഇല്ലാത്ത ആൾക്കാർക്കും പോകാൻ പറ്റും, അതിനൊരു പ്രശ്നവും ഇല്ല. എമിഗ്രേഷൻ ഉള്ള വ്യക്തികളാണെങ്കിൽ ചില ഫ്ലൈറ്റുകളിൽ നമുക്ക് ഈ വിസ മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യണം, ചില ഫ്ലൈറ്റുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം വിസ എടുക്കുന്ന ആൾക്കാരോട് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഞാൻ വിസയുടെ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആയിപ്പോവും. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് ഉടനെ കാണാം. വീഡിയോ കൊണ്ട് കാണും വരെ ബൈ.